വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസ പദ്ധതികൾക്ക് കൈത്താങ്ങായി വ്യാപാരികൾ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റാണ് 4 ലക്ഷത്തോളം രൂപ ദുരിതബാധിതർക്കായി സമാഹരിച്ചത്. കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തി വയനാട്ടിലുണ്ടായ വലിയ ദുരന്തത്തിലെ ദുരിതബാധിതർക്കായി കൈകോർക്കുകയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. അടിമാലി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഫണ്ട് ശേഖരണം നടത്തുകയും വയനാട്ടിലെ ദുരിതബാധിതർക്കായി എത്തിക്കുവാനും ഒരുങ്ങുകയാണ് നേതൃത്വം. വയനാട്ടിലെ പുനരധിവാസ പദ്ധതിക്ക് താങ്ങായി അടിമാലി മെർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ധനസമാഹരണത്തിൽ 4 ലക്ഷത്തിനടുത്ത് രൂപ സമാഹരിച്ചു. ഈ തുക ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചതായും വ്യാപാരി വ്യവസായി ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലകപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളെയും മറ്റ് അവിടുത്തെ ജനങ്ങളെയും സഹായിക്കുന്നതിന് വേണ്ടി ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അടിമാലി മർച്ചൻസ് അസോസിയേഷൻ അതിൻ്റെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഇറങ്ങുകയും നമ്മുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം വ്യാപാരികളിൽ നിന്ന് മാത്രം ഏതാണ്ട് 4 ലക്ഷം രൂപയ്ക്കടുത്തുള്ള തുക സമാഹരിച്ച് ആ തുക ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ തുക കൃത്യമായും അവിടെയുള്ള അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കുകയും അവർക്ക് പുനരധിവാസത്തിനുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. ഇത് ദുരന്തത്തിനിരയായ ആളുകളുടെ എല്ലാവിധ വിഷമതകളും പരിഹരിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും അതിജീവിച്ച ആളുകൾക്കുള്ള ഒരു പുനരധിവാസ പദ്ധതിക്ക് ഉള്ള ഒരു താങ്ങായി തണലായി നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ ഏറ്റവും വലിയ അഭിമാനിക്കുന്നു. തുക കൃത്യമായി അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുകയും ഇവരുടെ പുനരധിവാസത്തിനായുള്ള നടപടികൾ സ്വീകരിക്കുവാനുമാണ് സംസ്ഥാന കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലും ധനസമാഹരണത്തിൽ സഹകരിച്ച വ്യാപാരികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതായും PM ബേബി പറഞ്ഞു. ഈ രീതിയിൽ ജില്ലയിലെ 149 വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റുകളുടെ കീഴിൽ ധനസമാഹരണം നടത്തുകയും സമാഹരണത്തിലൂടെ ലഭിക്കുന്ന തുക 8-ാം തീയതിക്ക് ശേഷം ഇടുക്കി ജില്ലാ കമ്മിറ്റി വഴി സംസ്ഥാന കമ്മിറ്റിക്ക് മാറുകയും ചെയ്യുമെന്നും നേതൃത്വം അറിയിച്ചു. മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ധനസമാഹരണം സംഘടിപ്പിച്ചതെന്നും നേതൃത്വം അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി. Al Azhar Group of Institutions, 16 institutions offering 56 plus programs, serving 7,000 plus students. Al Azhar, the most versatile campus in South India since 2002. K.M. Musa Haji, founder, chairman, Al Azhar Group of Institutions, Thodupuzha, had a profound vision of providing high-quality education to the youth. He wished to elevate the underprivileged and minority communities of the Idukki district by offering exceptional educational facilities. Located in the greenest city of Kerala, Al Azhar offers an adorable environment for learning with 127 acres extensive campus, molding generations from kindergarten to masters. Public school, College of Arts and Science, College of Paramedical Science, Training College, Teacher Training Institute, College of Engineering and Technology, Polytechnic College, Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well-developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies, and expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Thodupuzha.